ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്ന് സ്വപ്നം കാണുന്ന കുട്ടികളേറെയാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ എങ്ങനെയാണ് സാധിക്കുക? 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാം. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് ഫൗണ്ടേഷൻ എന്നൊരു കോഴ്സുണ്ട്. ആ ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ 4 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്ത് 4 മാസം കൊണ്ട് ഫൗണ്ടേഷൻ എഴുതി അയാൾക്ക് ഇൻ്റർ രജിസ്റ്റർ ചെയ്ത് പഠനം ആരംഭിക്കാം. ഇൻ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസ് എഴുതി അദ്ദേഹത്തിന് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ അയാളുടെ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നൊരു മേഖലയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്ന് പറയുമ്പോൾ വളരെ ഈസിയല്ല, വളരെയധികം പ്രയത്നം അവിടെ ആവശ്യമാണ്. അവിടെ നമ്മൾ എഴുതുന്ന രീതികൾക്ക് പ്രസക്തിയുണ്ട്. നമ്മുടെ പോയിൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിന് അതിൻ്റെ ഒരു ശൈലിക്ക് പ്രസക്തിയുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും കൺസിഡർ ചെയ്തുകൊണ്ട് ആകെ എഴുതുന്ന ആൾക്കാരിൽ ഒരു നിശ്ചിത ശതമാനം പേരെ മാത്രം പാസ്സായി പോകുന്ന വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പഠന മേഖലയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏതാണ്ട് ഫൗണ്ടേഷൻ എന്നൊരു പ്രോഗ്രാം, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, കൊമേഴ്സ് സ്ട്രീമിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾ, അക്കൗണ്ടൻസിയും സ്റ്റാറ്റിസ്റ്റിക്സും ബിസിനസ് ഇക്കണോമിക്സും കോർപ്പറേറ്റ് ലോയും കമ്പനി ലോയോടുമൊക്കെ അധികം താല്പര്യമുള്ള കുട്ടികൾ, ആ ഒരു മേഖലയിൽ നല്ല ഒരു പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖലകളിൽ അക്കൗണ്ടൻസി, ഓഡിറ്റിംഗ് പോലുള്ള മേഖലകളിലൊക്കെ അനന്തമായ സാധ്യതകൾ തന്നെയുണ്ട്. കാരണം നമുക്ക് ആവശ്യത്തിന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരില്ല. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതല്ല, ഒരു ജോലിയിൽ പ്രവേശിക്കാനാണ് താല്പര്യമെങ്കിൽ കമ്പനികളിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട്, ലീഗൽ അഡ്വൈസറായിട്ട് ഒക്കെ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബാങ്കുകളിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസറും മാനേജ്മെൻറ്റ് കേഡറിലും ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി സാധ്യതകളുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയൊക്കെ മികച്ച സാധ്യതകളെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ തൊഴിൽ സാധ്യതയുണ്ട്. കാരണം ഈ തൊഴിൽ സാധ്യത നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവേ ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നത് കുറവാണ്. കാരണം സ്വകാര്യ പ്രാക്ടീസിങ്ങിൽ കൂടുതൽ പണം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ ക്ലയൻറ്റിനെ എല്ലാ കാലവും അവർക്ക് നിലനിർത്താൻ കഴിയുന്നത് കൊണ്ടും അവർക്ക് കിട്ടുന്ന വരുമാനത്തെ കൃത്യമായിട്ട് നിലനിർത്താനും കാലാകാലങ്ങളിൽ അത് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നത് കൊണ്ടും എല്ലാവരും പലപ്പോഴും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് താല്പര്യപ്പെടുക. ഇപ്പം നമുക്കറിയാം, ഇൻകം ടാക്സും GSTയും അടക്കമുള്ള ടാക്സ് പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ വളരെ വിപുലമാവുകയും ജനങ്ങൾ കൂടുതൽ ടാക്സ് പ്ലാറ്റ്ഫോമിൻ്റെ കീഴിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെയൊക്കെ എണ്ണം കൂടുതലായിട്ട് നമ്മുടെ ഇക്കോണമിയിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ എണ്ണം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തൊഴിൽ മേഖല വരും കാലങ്ങളിൽ ഒന്നും ഒരു തരത്തിലും മോശമാകുന്നില്ല. കാരണം രാജ്യം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ വ്യവസായികളും വ്യവസായ മേഖലകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഈ തൊഴിൽ മേഖലയ്ക്ക് വലിയ സാധ്യതകൾ തന്നെയാണ് കൽപ്പിക്കപ്പെടുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മതി. 9,600 10,000 രൂപയിൽ താഴെയാണ് ഫൗണ്ടേഷൻ കോഴ്സിന് ഫീസ് വരിക. അത് ICAI.org എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇതൊരു കറസ്പോണ്ടൻസ് കോഴ്സ് തന്നെയാണ്. ഈ 9,600 രൂപയിൽ അവരുടെ മാഗസിൻ ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനുള്ള സ്റ്റഡി മെറ്റീരിയലൊക്കെ അവർ തരും. നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് വേണമെങ്കിൽ പഠിക്കാം. അതല്ല, എവിടെയെങ്കിലും ട്യൂഷന് പോയി പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പഠിക്കാം. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ഇതൊരു റെഗുലർ കോഴ്സല്ല. പല സ്വകാര്യ സ്ഥാപനങ്ങളും ഇതിന് ട്രെയിനിങ് നൽകുന്നതായിട്ട് നമുക്ക് കാണാം. അത് ചേരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് കോണ്ടാക്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അവർ എല്ലാ ജില്ലകളിലും അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് കോണ്ടാക്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം സബ്ജക്റ്റ് നോളജ് ഉണ്ടാക്കാനായിട്ട് അത് സഹായകരമാകും. പക്ഷേ നല്ല പോലെ കുട്ടികൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണിത്. അല്ലാതെ ഉഴപ്പി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കരപറ്റില്ല.
ഫൗണ്ടേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, ഇൻ്റർ അതിലും വലിയൊരു കടമ്പയാണ് മെയിൻസ് വരുന്നത്, ഫൈനൽ വരുന്നത്. അപ്പോൾ ഈ 3 മേഖലകളെയും മറികടന്ന് പോകാനായിട്ടുള്ള സുസ്ഥിരമായ പഠന സമയം കണ്ടെത്തി കൃത്യമായ തയ്യാറെടുപ്പോടെ മുന്നോട്ട് പോകുന്നൊരു കുട്ടിക്ക് മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഒരു 3 വർഷം കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അല്ലെ സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അത് എത്രമാത്രം നിങ്ങൾ ഇൻവോൾവ് ആവുന്നു എന്നതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതല്ല, നമുക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഇഷ്ടമുള്ള വിഷയത്തിൽ ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്ററിന് നേരിട്ട് രജിസ്റ്റർ ചെയ്യാം. ആകെ ലാഭം 6 മാസം ലാഭിക്കാൻ വേണ്ടി നമ്മൾ 3-5 വർഷം സ്പോയിൽ ചെയ്യുന്നുണ്ട് അവിടെ. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട് അവിടെ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ചേർന്ന് ഫൗണ്ടേഷൻ 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ ഇൻ്ററിന് ചേരാവുന്ന സമയത്താണ് നമ്മൾ ഈ +2 കഴിഞ്ഞ് ഡിഗ്രി ഇനി മുതൽ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം എക്സിറ്റ് ഓപ്ഷൻ എടുത്താൽ 3 വർഷം. ആ 3 വർഷവും 2 വർഷവും 3-5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻ്ററിന് ചേരുന്നതാണോ നല്ലത്? 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ നമ്മൾ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്ത് അത് പാസ്സായി ഇൻ്ററിന് ചേരുന്നതാണോ നല്ലത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, കുട്ടികൾക്ക് തീരുമാനിക്കാം. ഇനി അതല്ല, ചില പേപ്പറുകൾ ഇപ്പോൾ കൊമേഴ്സ് സ്ട്രീമിലൊക്കെ നിങ്ങൾ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത ചില പേപ്പറുകളൊക്കെ ഇൻ്ററിന് എക്സംഷൻ കിട്ടും. അവർ ഓൾറെഡി പഠിച്ച ചില പേപ്പറുകൾ ഒഴിവാക്കി കിട്ടും. അങ്ങനെ ചില അഡ്വാൻറ്റേജസും ഉണ്ട്, അതും ഓക്കെ. പക്ഷേ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അതിനുവേണ്ടി കമ്മിറ്റഡായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, വർക്ക് ലോഡ് കൂടുമ്പോൾ നമുക്ക് അസിസ്റ്റൻസ് വേണ്ടി വരും. അതേപോലെ തന്നെ കൂടുതൽ കൃത്യതയോടെ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇതിനെയൊക്കെ, മാനസിക സംഘർഷങ്ങളെയൊക്കെ സമ്മർദ്ദങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കൃത്യമായി അവരുടെ ക്ലയൻസിനെ കൃത്യമായ ഉപദേശങ്ങൾ നൽകി അവരെ സാറ്റിസ്ഫൈ ചെയ്ത് ആ ബിസിനസ് രംഗത്തെ കൃത്യമായി നയിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച പഠന മേഖല തന്നെയാണിത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവർ +2ന് ജോയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ ഡിഗ്രിക്കും ജോയിൻ ചെയ്ത് പഠിത്തം മുന്നോട്ടും കൊണ്ടുപോവുക എപ്പോഴും. അല്ലാതെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് CA മാത്രമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല, കാരണം നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനും അവസരങ്ങൾ അവിടെ ഏറെയുണ്ട്. അപ്പോൾ ആ സാധ്യതകളെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ സിവിൽ സർവീസ് മേഖലയിലും ഒക്കെ നമുക്ക് അവസരങ്ങൾ ഇന്ന് വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് നല്ല രീതിയിൽ ചിട്ടയായിട്ട് ഈ ബിസിനസ് ഇക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ അതിനോട് അത്യാവശ്യം താല്പര്യമുള്ളൊരു കുട്ടിക്ക് മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ബിസിനസ് ലോ, കമ്പനി ലോ പോലുള്ള മേഖലകളിൽ ആ നിയമ മേഖലയിൽ ഒരു അഭിരുചിയുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അക്കൗണ്ടൻസി എന്ന് പറയുന്ന മേഖലയിലൊക്കെ അപാരമായൊരു താല്പര്യം കുട്ടികൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ഗണിതശാസ്ത്രത്തിലും പ്രായോഗിക ചിന്തകളിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ നല്ല ക്ഷമയും പിന്നെ കൂടുതലും ക്ലറിക്കൽ ജോബാണ് ഇത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു ക്ലറിക്കൽ ജോബ് ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ മേഖലയിൽ, അപ്പോൾ അവൻ്റെ ഒരു ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഘടകങ്ങളാണ്. ഈ വൗച്ചറുകളുമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന വലിയ ഒരു തൊഴിൽ മേഖലകൾ, വലിയ ഒരു ഉത്തരവാദിത്വം, ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു കൂട്ടരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരെന്ന് പറയുന്നത്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ സേവന മേഖല എന്ന് പറഞ്ഞാൽ വെറും ഇൻകം ടാക്സ് എന്ന് പറയുന്നൊരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ സാധ്യതകൾ, സമൂഹത്തിൽ വലിയ ഒരു നിലയും വിലയും ലഭ്യമാകുന്ന, വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്ന, ജീവിതകാലം മുഴുവനും ആ കരിയറിനെ അങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ലൈസൻസിങ് പ്രോഗ്രാം ആയതുകൊണ്ട് 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ട കാര്യമോ അല്ലെ 56ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആവതുള്ള കാലത്തോളം അത് തുടരാൻ സാധിക്കും. അവരുടെ അനന്തരാവകാശികൾ ഇതേ മേഖലയിൽ വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും തുടർന്നു പോകാൻ പറ്റും. ഈ CAയ്ക്കും അഡ്വക്കേറ്റ് പോലുള്ള മേഖലയ്ക്കുള്ള LLB പോലുള്ള മേഖലയ്ക്കുള്ളൊരു പ്രത്യേകത ഏതാണ്? പാരൻസിൻ്റെ തൊഴിൽ മേഖലയെ ഒരു ഫ്ലറിഷ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പിന്തുടർന്ന് വരുന്ന ആൾക്കാർക്ക് കുറേ കൂടി ഈസിയാണ്. ആ ബിസിനസ് അവർക്ക് അതേപോലെ തന്നെ ആ ക്ലയൻസിനെ അവർക്ക് തുടർന്ന് കിട്ടുമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏത് വേണം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഒരു പൊതുമേഖല സ്വകാര്യ മേഖലയിൽ ഒരു നിശ്ചിത ഇൻകത്തോട് കൂടിയിട്ടുള്ളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അങ്ങനെ ഒരു തൊഴിൽ മേഖലയിലേക്ക് പോകാം. അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറേ കൂടെ വിപുലമായ സ്വന്തമായിട്ട് ഒരു അക്കൗണ്ടിങ്
ചെയ്ത് സർട്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന മേഖലയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഓപ്റ്റ് ചെയ്യാം. ഏതായാലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം സാധ്യത നൽകുന്ന, ഏറ്റവും അധികം അവസരങ്ങൾ നൽകുന്ന, ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ആക്കാൻ കഴിയുന്ന ഒരു കരിയർ കൂടിയാണ്. താല്പര്യമുള്ള ആർക്കു വേണമെങ്കിലും ICAI.org എന്ന് പറയുന്ന സൈറ്റിലേക്ക് ചെന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയച്ച് ഓൺലൈനായിട്ട് ഫീസൊക്കെ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കരിയറിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്നേ ആരംഭിക്കാം. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് മുമ്പിലുള്ള ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നുകൂടിയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്.